എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. Family health checkup 5,000 only. Labs MHL. Free home collection service. അഴീക്കോട് ഹമദാനിയ UP സ്കൂൾ പ്രസിദ്ധീകരിച്ച അധ്യാപകനായ ആദിൽ മജീദിന്റെ കവിതാ സമാഹാരം വേരുകൾ കവിയും ഗാനരചയിതാവുമായ ബക്കർ മേത്തല പ്രകാശനം ചെയ്തു. മുൻ പ്രധാനാധ്യാപകനും എഴുത്തുകാരനുമായ മൊയ്തീൻ മാസ്റ്റർ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ അബ്ദുൽ കരീം ഹാജി, PTA പ്രസിഡന്റ് സുറുമി, കവി അഫ്സൽ മുസ്രീസി, പ്രധാനാധ്യാപിക NI ബേനസീർ, SRG കൺവീനർ KD ലൈജു, വിദ്യാരംഗം കൺവീനർ ഫാത്തിമ നസ്രൈൻ, ജമീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ കൃഷ്ണതീർത്ഥ, ഫർഹാന, ശ്രീബാല എന്നിവർ കവിതകൾ ആലപിച്ചു. ആലോചിച്ചാൽ അറിയാവുന്ന കൊന്നയുടെ അല്ലെങ്കിൽ തൂക്കേണ്ട സമയത്ത് തൂക്കാതിരിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള ഒരു പൊട്ടിച്ചുതറലുണ്ട്. ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടി എഴുതുന്നത് എന്നൊരു ചോദ്യം പിന്നീടാണ്. അയാൾക്ക് എഴുതാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അന്തരാത്മാവിന്റെ ചോദനകൾ അനുദിനം വികസിതമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ പിറവിയെടുക്കലാണ് കവിത. അതൊരു പൂ വിരിയുന്നത് പോലെയാകാം, പൊട്ടിച്ചിതറി വരുന്ന ഒരു ഇടിമിന്നൽ പോലെയാകാം, അല്ലെങ്കിൽ കവിതകൾ വരുന്ന വഴിയേ എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത വിധത്തിൽ ആഴത്തിലേക്ക് അയാൾ തന്നെ സ്വയം അന്വേഷിച്ചു പോകുന്ന അസുലഭ സുന്ദരമായ ചില മുഹൂർത്തങ്ങളിലേക്ക് അയാൾ തന്നെ കൊണ്ടെത്തിക്കുന്ന അന്വേഷണങ്ങളിലാണ് അത് അവസാനിക്കുക. അയാൾ തന്നെ ചിലപ്പോൾ വിസ്മയിച്ചു പോയേക്കാം, തനിക്ക് എങ്ങനെ എഴുതാൻ കഴിയുന്നു. സ്വന്തവുമായി ഇത്തരത്തിലുള്ള തന്റെ കാവ്യരചനയെ കുറിച്ച് എഴുതിയ സന്ദർഭത്തിൽ അത് അഭിപ്രായപ്പെടുന്നത്, ഞാൻ എങ്ങനെയാണ് അത് എഴുതിയത് എന്ന് ആലോചിച്ചെടുക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോയപ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് ദൈവം എന്നെ കൊണ്ട് കൈപിടിച്ചെഴുതിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അദൃശ്യമായ ഒരു ആത്മീയ സാന്നിധ്യത്തിന്റെ ചോദനയും പ്രേരണയുമാണ് കാവ്യരചനയ്ക്ക് കാരണമായത് എന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്.